തൂങ്ങിമരിച്ച കൃഷ്ണേട്ടന്റെ മരണവീട്ടിലേക്ക് ആളുകൾ പതിയെ എത്തിത്തുടങ്ങി. അകത്തുനിന്നുള്ള നിലവിളികൾ പുറത്തേക്ക് അലയടിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് ബോഡി പടിഞ്ഞാറ്റയിലെ മുറിയിലേക്ക് മാറ്റാം, വേണുവേട്ടൻ പറഞ്ഞു. എന്നെയും മറ്റ് രണ്ടുപേരെയും കൂട്ടി വേണുവേട്ടൻ കൃഷ്ണേട്ടന്റെ ശരീരം മാറ്റാനായി അകത്തേക്ക് കയറി. വീണ്ടും ആ മുറിയിലേക്ക് കടക്കുമ്പോൾ എന്റെയുള്ളിൽ മാത്രം ഭയം കനത്തു. ആ പൂവിന്റെ ഗന്ധം ഞാനല്ലാതെ മറ്റാരും അറിഞ്ഞിട്ടില്ലല്ലോ. മനസ്സിലോർത്തതും ആ ഗന്ധം എന്റെ മൂക്കിലേക്ക് തുളച്ചു കയറി. കട്ടിലിൽ കിടക്കുന്ന കൃഷ്ണേട്ടന്റെ മുഖത്തേക്ക് ഞാൻ ഭയത്തോടെ നോക്കി. കണ്ണുകൾ പാതിയടഞ്ഞ ആ മുഖത്ത് മരണനേരത്ത് എന്തോ വലിയ ഭയം നിഴലിച്ചിരുന്നതായി എനിക്ക് തോന്നി. മരിച്ചിട്ട് സമയമേറെയായതുകൊണ്ടാവാം ശരീരത്തിന് നല്ല തണുപ്പുണ്ടായിരുന്നു. ഞങ്ങൾ 4 പേരും ചേർന്ന് ശരീരമെടുത്ത് പടിഞ്ഞാറ്റയിലെ മുറിയിൽ ഒരു പുൽപ്പായ വിരിച്ചു കിടത്തി. വിളക്കെടുക്കാൻ വേണുവേട്ടൻ പറഞ്ഞപ്പോൾ ഞാൻ ദൈവങ്ങളുടെ ചിത്രങ്ങൾ വെച്ച തട്ടിനടുത്തേക്ക് നടന്നു. ചുമരിലെ ദൈവങ്ങളുടെ എല്ലാം മുഖത്ത് മുൻപെങ്ങും കാണാത്ത ഒരുതരം ദേഷ്യഭാവം. എന്താ ഈ വീട്ടിലെ ചിത്രങ്ങൾക്ക് മാത്രം ഇങ്ങനെ? മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഞാൻ വിളക്ക് കൈമാറി മുറ്റത്തേക്കിറങ്ങി. ആ മരണവീട് വല്ലാതെ ഭയപ്പെടുത്തുന്നു. ബോഡി എടുക്കുമ്പോൾ വരാം എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ഇറങ്ങി വീട്ടിലേക്ക് നടന്നു. പോകുന്ന വഴി നായ ചത്തുകിടന്ന സ്ഥലത്തേക്ക് നോക്കി. അസ്വാഭാവികമായി ഒന്നുമില്ല. ക്ഷേത്രത്തിനടുത്തുള്ള വഴിയിലൂടെ ആ ചുവന്ന രൂപത്തെ കണ്ട കാടിനരികിലെത്തി. പേടിയോടെയാണെങ്കിലും ഞാൻ അങ്ങോട്ട് നോക്കി. ഇല്ല, ഒന്നും കാണാനില്ല. പക്ഷേ പിറകിൽ ആരോ പിന്തുടരുന്നത് പോലെ. കാലുകൾക്ക് വേഗത കൂടി. അതെ, എനിക്ക് നന്നായി പേടിയുണ്ട്. തിരിഞ്ഞു നോക്കാതെ ഞാൻ വീട്ടിലേക്ക് പാഞ്ഞു. എപ്പോഴാ ബോഡി എടുക്കുന്നത്? അമ്മ ചോദിച്ചു. അറിയില്ല, നീ ഒന്നും കഴിച്ചില്ലല്ലോ, പോയി വല്ലതും കഴിക്ക്. പക്ഷേ എന്റെ മനസ്സ് മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഭീകരമായ അനുഭവങ്ങളിലായിരുന്നു. ഞാൻ മുറിയിൽ കയറി കട്ടിലിൽ കിടന്നു. രാത്രിയിലെ ഉറക്കമില്ലായ്മ ക്ഷീണം തന്നിരുന്നു. കണ്ണടച്ചപ്പോൾ ആ കാടിനുള്ളിൽ കണ്ട ചുവന്ന സാരിയുടുത്ത രൂപം മനസ്സിൽ തെളിഞ്ഞു. പെട്ടെന്ന് വീണ്ടും ആ പൂവിന്റെ മണം. കണ്ണു തുറന്നപ്പോൾ മരങ്ങൾക്കിടയിൽ നിന്ന് ഒരു സുന്ദരിയായ യുവതി എന്നെ തന്നെ നോക്കി നിൽക്കുന്നു. ഞാൻ പതിയെ എഴുന്നേറ്റ് ആ ഭാഗത്തേക്ക് നടന്നു. പുല്ലുകൾക്കിടയിൽ നിലം മുഴുവൻ തൊട്ടാവാടി ചെടികൾ പടർന്നു നിൽക്കുന്നു. അതിൽ ചിലത് മാത്രം വാടിയിരിക്കുന്നു. അതെ, ആ സ്ത്രീ നടന്നുപോയ വഴിയാകണം അത്. ഉള്ളിൽ ഭയമുണ്ടായിട്ടും വാടിയ തൊട്ടാവാടികൾ കാട്ടിത്തന്ന വഴിയിലൂടെ മുള്ളുകൾ ചവിട്ടി ഞാൻ ആ കാട്ടിലേക്ക് നടന്നു. പതിയെ ആ സ്ത്രീ നിന്നിരുന്ന സ്ഥലത്ത് ഞാനെത്തി. ഈ കഥയുടെ തുടർഭാഗത്തിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.